പണം എന്തായാലും വേണം, പണം ഉണ്ടാക്കിയേ തീരൂ. എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ സാധിക്കുക? കെൻ ഹോണ്ട എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് വ്യക്തിത്വമുണ്ട്. 23-ാം വയസ്സിൽ അദ്ദേഹം റിച്ചായി ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറും എല്ലാം സാമ്പത്തിക ബിസിനസ്സിൽ കടന്നു പോവുകയും ചില പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയ ആളുകളുമാണ്. എന്നാൽ കെൻ ഹോണ്ട എങ്ങനെയാണ് 23-ാം വയസ്സിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തത്? ഇന്ന് ലോകം അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ലോകത്ത് അനേകം ആളുകൾക്ക് പോഡ്കാസ്റ്റിലൂടെയും വീഡിയോയിലൂടെയും ഇൻ്റർവ്യൂയിലൂടെയും മൈൻഡ് വാലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയും എല്ലാം ധാരാളം പ്രഭാഷണങ്ങൾ പണത്തെക്കുറിച്ച് നൽകുന്ന വ്യക്തിയാണ് കെൻ ഹോണ്ട. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഹാപ്പി മണി, ദ ജാപ്പനീസ് ആർട്ട് ഓഫ് മേക്കിംഗ് പീസ് വിത്ത് മണി. പണവുമായി സമാധാനം ഉണ്ടാക്കുക. പീസ് വിത്ത് മണി, ഹാപ്പി മണി. വളരെ മനോഹരമായ ആശയമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. ഹാപ്പി മണി എന്ന പുസ്തകത്തെക്കുറിച്ച് തീർച്ചയായും മനസ്സിലാക്കുക, വായിക്കുക. ഹാപ്പി മണി, അൺഹാപ്പി മണി, രണ്ട് തരത്തിലുള്ള പണമുണ്ട്. ഹാപ്പി മണി എന്ന് പറയുന്നത് സന്തോഷമേ ഉണ്ടാക്കുന്ന, മേടിക്കുന്ന, കൊടുക്കുന്ന പണമാണ്. അൺഹാപ്പി മണി എന്ന് പറയുന്നത് നാം തെറ്റായ രീതിയിൽ ഉണ്ടാക്കുന്ന പണം, നാം വെറുപ്പോടുകൂടിയും ദേഷ്യത്തോടുകൂടിയും പകയോടും കൂടിയും ഡിപ്രഷൻ, ആങ്സൈറ്റി, നെഗറ്റീവായ ഇമോഷൻസോടും കൊടുക്കുന്നതെല്ലാം അൺഹാപ്പി മണിയാണ്. അപ്പോൾ പണത്തെ എങ്ങനെ ഹാപ്പി മണിയാക്കി മാറ്റുവാൻ സാധിക്കും? എങ്ങനെ പണവുമായി പീസ് ഉണ്ടാക്കുവാൻ സാധിക്കും? മേക്കിംഗ് പീസ് വിത്ത് മണി എങ്ങനെ സാധിക്കും? അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് റിച്ച് ആക്കുവാൻ സാധിക്കുന്നത്, ധാരാളം പണം കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇപ്പോൾ കെൻ ഹോണ്ട പറയുന്നത് ഈ ഒരു മെൻറ്റാലിറ്റി, ഈ ഒരു സൈക്കോളജി, ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ ആവശ്യമാണ്. മേക്കിംഗ് പീസ് വിത്ത് മണി. പണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ വികാരം എന്താണ്? ഒരു ഭയമാണോ അതോ സന്തോഷമാണോ? പണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ജാപ്പനീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിന്താഗതികൾ അദ്ദേഹം പുസ്തകം എഴുതുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ്, ഗ്രാൻഡ് ഫാദർ പണം സമ്പാദിച്ച ആളായിരുന്നു. പക്ഷേ വലിയ നഷ്ടങ്ങളുണ്ടായി. പിതാവിന് അതുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരാൾ പണം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഉറ്റ സുഹൃത്ത് കുടുംബമായി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ വിഷാദത്തിൽ കെൻ ഹോണ്ടയുടെ പിതാവ് വളരെ കാലം രോഗാതുരനായിരിക്കുകയും മരണപ്പെടുകയും ചെയ്തു. തൻ്റെ അമ്മ കരയുന്നത് കണ്ട് ആ വികാരം മനസ്സിലുണ്ടായി. പണത്തെക്കുറിച്ച് പേടിയും ആങ്സൈറ്റിയും ഉണ്ടാകുന്നു. ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ധാരാളം ആളുകളുടെയും കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലെല്ലാം പണത്തെക്കുറിച്ച് വളരെ ഞെരുക്കമുള്ള അല്ലെങ്കിൽ പണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിന്താഗതി ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പക്ഷേ ജാപ്പനീസ് കൾച്ചറും കേരള കൾച്ചറും ഏകദേശം ഒന്നായി തോന്നാറുണ്ട്. പണം വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്നും പണം കള്ളന്മാർ ഉണ്ടാക്കുന്നതാണെന്നും വെട്ടിപ്പ് ഉണ്ടാക്കുന്നതാണെന്നും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്നും ഇങ്ങനെ പണത്തെക്കുറിച്ച് ഒരു നെഗറ്റീവായുള്ള ഒരു ചിന്താഗതിയാണ് പൊതുസമൂഹത്തിലുള്ളത്. എന്നാൽ അതിനെ മാറ്റി ഹാപ്പി മണിയാക്കുവാൻ നമുക്ക് സാധിക്കും. പണം എന്ന് പറയുന്നത് എനർജിയാണ്. പോസിറ്റീവ് കാര്യങ്ങളിലൂടെ പണം നാം ഏൺ ചെയ്യുമ്പോൾ, സന്തോഷത്തോടെ പണം കൊടുക്കുമ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിയാണ്. തെറ്റായ കാര്യത്തിലൂടെ പണം ഏൺ ചെയ്യുമ്പോഴും തെറ്റായ രീതിയിൽ തെറ്റായ വികാരത്തിൽ പണം കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ്. ഈ കെൻ ഹോണ്ടയുടെ അടുക്കൽ ഒരിക്കൽ ഒരു ഹോട്ടലിൽ എവിടെയോ പോയപ്പോൾ ഒരു സ്ട്രേഞ്ചായ സ്ത്രീ, അപരിചിത സ്ത്രീ വന്നിട്ട് തൻ്റെ പേഴ്സ് ചോദിച്ചു. ശരിക്കും ജാപ്പനീസ് ആളുകൾ ഒരിക്കലും അത് ചോദിക്കില്ല. ഈവൻ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ പേഴ്സ് ചോദിക്കുന്നത് അല്ലെങ്കിൽ വാലറ്റ് ചോദിക്കുന്നത് തെറ്റായ കാര്യമാണ്. പക്ഷേ ഈ സ്ത്രീ ചോദിച്ചു. സ്ത്രീക്ക് അദ്ദേഹം അത് കൊടുത്തു. അവർ പണം കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് താങ്ക് യു പറയുകയും വളരെ നല്ല പണമാണെന്ന് പറയുകയും എല്ലാം ചെയ്തു. അതിനുശേഷം ഈ കെൻ ഹോണ്ട ചിന്തിക്കുകയാണ്, ഈ സ്ത്രീ പറഞ്ഞ വാക്കുകൾ, ഗുഡ്, താങ്ക് യു, നന്നായി ചിരിക്കുക, ഇതെല്ലാം ഒരു പോസിറ്റീവ് വികാരമാണ്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തോട്ട് മനസ്സിലാക്കിയത് ഹാപ്പി മണി, സ്മൈൽ, സന്തോഷത്തോടെ പണം കൊടുക്കുവാൻ സാധിക്കുക, സന്തോഷത്തോടെ പണം ഏൺ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ പണവുമായി ചേർന്നുള്ള വികാരങ്ങൾ പോസിറ്റീവാക്കി മാറ്റുവാൻ സാധിക്കുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പലർക്കും ഉള്ളതെന്ന് പറയുന്നത് പണം നഷ്ടപ്പെടുമോ, ജോലി നഷ്ടപ്പെടുമോ, ആരോഗ്യം നഷ്ടപ്പെടുമോ, കടം വരുമോ, പണം ഉണ്ടാക്കേണ്ടതായി വരുമോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എങ്ങനെ പണം ഉണ്ടാക്കും തുടങ്ങിയതായിട്ടുള്ള ആങ്സൈറ്റി അതല്ലെങ്കിൽ ഫിയർ, പണം നഷ്ടപ്പെടുമോ, ജോലി നഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് പണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും പണം ഉണ്ടാക്കുവാൻ സാധിക്കില്ല. പണത്തെ എപ്പോഴും ഭീതിയോടെ കാണുന്ന ആളുകളായിരിക്കും. പണവുമായൊരു പീസ് ഉണ്ടാക്കുവാൻ, ഹാർമോണി ഉണ്ടാക്കാനൊക്കെ സാധിക്കില്ല. അപ്പോൾ മേക്കിംഗ് പീസ് വിത്ത് മണി വളരെ ആവശ്യമാണ്. പലപ്പോഴും ആളുകൾ കടമെല്ലാം എടുക്കുമ്പോൾ, ലോണെല്ലാം എടുക്കുമ്പോൾ ചിന്തിക്കുന്നത്, എന്തൊരു ഭാരമായി തീർന്നിരിക്കുന്നു, എന്തൊരു ആവലാതിയാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾക്ക് ആരെങ്കിലും കടം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരോ വിശ്വസിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളെ ആരാൾ വിശ്വസിക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ശരിക്കും ആത്മവിശ്വാസം നൽകേണ്ട കാര്യമാണ്. ഇത്തരം വ്യത്യസ്തമായ ചിന്തകളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. പണം എന്ന് പറയുന്നത് വെള്ളം പോലെയാണ്. പണം കുറേ വന്നു കഴിഞ്ഞാൽ, വെള്ളപ്പൊക്കമായി കഴിഞ്ഞാൽ നമ്മെ നശിപ്പിച്ച് കളയും. പണമില്ലെങ്കിലോ
ഡ്രൈ ആയി തീർന്നാലോ നാം വരണ്ട് ദാഹിച്ച് മരിക്കാൻ സാധ്യതയുണ്ട്. പണം നമുക്ക് സന്തോഷം നൽകും തീർച്ചയായിട്ടും. ഒരു പരിധി വരെ പണം മാത്രമേ സന്തോഷം നൽകുകയുള്ളൂ. അതിന് ശേഷം പണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സന്തോഷം ഉണ്ടാകിയില്ല എന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. പണം സന്തോഷം നൽകുമോ എന്ന ചോദ്യത്തിന് പണം സന്തോഷം നൽകുമെന്നുള്ളത് തന്നെയാണ് കെൻ ഹോണ്ട പറയുന്നത്. ഇനി പണത്തെ ഒരു ആഹാരം പോലെ കാണാം. ഞാൻ പറഞ്ഞു പണം ഒത്തിരി ഉണ്ടായെന്ന് സംഭവിക്കും. ഭക്ഷണമില്ലെങ്കിൽ നാം മരിച്ചു പോകും. ഇനി ഭക്ഷണം ഒത്തിരി കഴിച്ചാലോ വയറ് പൊട്ടി നാം മരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഭക്ഷണത്തെ ഹോൾഡ് ചെയ്താലോ അത് ചീഞ്ഞ് നാറി അല്ലെങ്കിൽ വയറ്റിലായാലും പുറത്തായാലും പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ പണത്തെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. പണത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ്. സന്തോഷത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ്. ചാരിറ്റിയായി, ബിസിനസ്സായി സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് ഹാപ്പി മണിയായി മാറുന്നതെന്നാണ് പുസ്തകം പറയുന്നത്. ഇനി പണം എന്തിനു വേണ്ടിയാണ്? സർവൈവലിന് ആവശ്യമാണ്, ശക്തിക്ക് ആവശ്യമാണ്, തെറ്റായ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാനായിട്ട് പണം ഉപയോഗിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം തീർച്ചയായും ആവശ്യമാണ്. സ്നേഹ, സന്തോഷം, ലവ്, ഫ്രണ്ട്ഷിപ്പിനെല്ലാം പണം ആവശ്യമാണ്. മറ്റുള്ളവർ ഇംപ്രസ് ചെയ്യാൻ പണം ആവശ്യമാണ്. ഇതിലെല്ലാം പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ പണത്തെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പണം കൊണ്ട് എക്സ്പീരിയൻസ് വാങ്ങുവാൻ ശ്രമിക്കുക. എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ കൊമോഡിറ്റിയോ വാങ്ങാതെ എക്സ്പീരിയൻസ് വാങ്ങുവാൻ സാധിക്കുക. യാത്ര ചെയ്യുന്നതായിരിക്കാം, ഫാമിലിയും സുഹൃത്തും വെച്ച് ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം. ഇങ്ങനെ എക്സ്പീരിയൻസ് വാങ്ങുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പുസ്തകം പറയുകയാണ്. ഈ ഹാപ്പി മണി പുസ്തകത്തിൽ പറയുന്നത് പണം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും നാം വാല്യൂ കൊടുക്കണം. വാല്യൂ കൊടുക്കാത്ത ഒരിക്കലും മറ്റുള്ള നമുക്ക് പണം തരുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. എത്രമാത്രം വാല്യൂ നമുക്ക് പൊതുസമൂഹത്തിൽ കൊടുക്കുവാൻ സാധിക്കും, എത്രമാത്രം മനുഷ്യർക്ക് പണം വാല്യൂ കൊടുത്ത ശേഷം പണം നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പണം ഉണ്ടാക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് എത്രമാത്രം വാല്യൂ എനിക്ക് സമൂഹത്തിൽ കൊടുക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കെൻ ഹോണ്ട പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, പണത്തെ നാം എങ്ങനെയാണ് സമീപിക്കുന്നത്? ഒരു വസ്തുവായിട്ടാണോ അതെയോ എന്തായിട്ടാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത്? പണത്തിൻ്റെ വ്യക്തിയെ സങ്കല്പിച്ച് നോക്കുക. അങ്ങനെ നാം പണത്തെ എങ്ങനെയായിരിക്കും നാം കരുതുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത്? ഒരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് അവരെ ആഗ്രഹമുണ്ട്, അവരെ നേടണം, അല്ലെങ്കിൽ അവരെ നമുക്ക് അട്രാക്റ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കൂടെ സമയം ചിലവഴിക്കും, അവരോടുകൂടി അവർ നന്നായി സംസാരിക്കും, അവരെ ട്രീറ്റ് ചെയ്യും, കെയർ ചെയ്യും. അതുപോലെ തന്നെ പണത്തെ നമുക്ക് കെയർ ചെയ്യുവാനും സ്നേഹിക്കാനും അട്രാക്റ്റ് ചെയ്യാനും ശ്രമിക്കുമ്പോഴാണ് പണം നമ്മിലേക്ക് വരുന്നത്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ പണം വരികയുള്ളൂ. അല്ലാതെ പണത്തെ വെറുക്കുകയും അടിക്കുകയോ ഉപദ്രവിക്കുകയും കുറ്റം പറയുകയും ചെയ്താൽ ഒരിക്കലും പണം നമ്മിലേക്ക് വരികയില്ല. അതാണ് ഹാപ്പി മണി എന്ന് പറയുന്നത്. സന്തോഷത്തോടെ പണത്തെ കാണുവാനും അതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ട ആവശ്യമാണ്. ഇനി പണത്തെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞപ്പോഴെല്ലാം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കുറേ മുറിവുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പണത്തെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചതും പണം കൊണ്ട് നമുക്കുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം അതെല്ലാം വൂണ്ടായി കിടക്കുകയാണ്. ഈ മുറിവുകളെ ഹീൽ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പണവുമായി ബന്ധപ്പെട്ട മുറിവുകളെ ഹീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയും പണം ഉണ്ടാകുകയുള്ളൂ, നമുക്ക് ഹാപ്പി മണി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഡോണ്ട് ബി ഫ്രസ്ട്രേറ്റഡ് വിത്ത് മണി. പണമില്ലെങ്കിൽ നാം ഫ്രസ്ട്രേറ്റഡ് ആകേണ്ട ആവശ്യമില്ല. പണമില്ലല്ലോ എന്നോർത്ത് ഫ്രസ്ട്രേറ്റഡ് ആകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പണം വരികയില്ല. പേടിയുള്ളിടത്ത്, നെഗറ്റീവ് ഇമോഷൻസ് ഉള്ളിടത്തേക്ക് പണം വരികയില്ല. അതുകൊണ്ട് ഹാപ്പി മണി, പണവുമായി പീസ് മേക്ക് ചെയ്യാൻ, സന്തോഷ വികാരം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മണി കോൺ സോൾവ് ഓൾ പ്രോബ്ലംസ്. അത് മനസ്സിലാക്കുക. പണം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് സാധിക്കില്ല. പണമില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, കുടുംബമായി ജീവിക്കുന്നുണ്ട്, സന്തോഷമായി ജീവിക്കുന്നുണ്ട്. പണം കൊണ്ട് എല്ലാ പ്രോബ്ലം സോൾവ് ആവാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വലിയ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കുക. ഇനി പുസ്തകത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പണം ഉണ്ടാകണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം അരികാത്തോ. എപ്പോൾ നാം പണം കൊടുക്കുന്നു അരികാത്തോ എന്ന് പറഞ്ഞു കൊടുക്കുക. എപ്പോൾ നാം പണം സ്വീകരിക്കുന്നു അരികാത്തോ എന്ന് പറഞ്ഞ് സ്വീകരിക്കുക. നന്ദി പറയുക, താങ്ക് യു. ഒരാൾ പണം തരുമ്പോൾ താങ്ക് യു എന്ന് പറയുക. ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ താങ്ക് യു എന്ന് പറയുക. തീർച്ചയായും വളരെ ശക്തമായ ആശയം എനിക്ക് തോന്നിയ ഒന്നാണ് അരികാത്തോ. ഇനി മണി ഇ ക്യു, മണി ഐ ക്യു, രണ്ട് ആശയം പറയുന്നുണ്ട്. മണി ഐ ക്യു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്പ്രെഡ്ഷീറ്റ്സ്, ഫാക്ട്സ്, ഫിഗേഴ്സ്, പണത്തെക്കുറിച്ച് അഡ്വൈസ് നേടുക, കാൽക്കുലേഷൻസ് ചെയ്യുക, ഇതിനാണ് മണി ഐ ക്യു. പക്ഷേ മണി ഇ ക്യു എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇതുവരെ പറഞ്ഞു വെച്ചതാണ് ഇമോഷണൽ ക്വഷ്യൻറ്റ് ഓഫ് മണി. പണത്തുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് വികാരങ്ങൾ, താങ്ക് യു പറയുന്നത്, സ്നേഹിക്കുന്നത്, ഹാപ്പി ഉണ്ടാകുന്നത്, പീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പോസിറ്റീവായ നെഗറ്റീവായ വികാരങ്ങളുണ്ട്. നെഗറ്റീവ് വികാരം ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ പോസിറ്റീവായി നെഗറ്റീവായ ഇമോഷൻസ് പണവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക. പോസിറ്റീവായ ഇമോഷൻസ് കൊണ്ട് പണത്തെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് പണക്കാരാകുവാനോ പണം നമ്മിലേക്കോ എത്തുകയില്ല എന്ന് മനസ്സിലാക്കുക. പണത്തെ വല്ലാതെ നാം ആഗ്രഹിക്കരുത്. പണത്തിന് വേണ്ടി നാം മരിക്കുന്ന ഒരു ആർത്തി പിടിക്കുന്ന സ്വഭാവം ഉണ്ടാക്കരുത്. സമാധാനത്തോടെ പണത്തെ ചേസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സോഴ്സ് ഓഫ് മണി വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയായ സോഴ്സിൽ നിന്നല്ല പണം നമുക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും
വലിയ അപകടം ഉണ്ടാകും. കള്ളക്കടത്ത്, മോഷണം, അടിപിടി, ചതി, വഞ്ചന, ഇതെല്ലാം ഹാപ്പി മണിയല്ല, അത് അൺഹാപ്പി മണിയാണ്. ആ അൺഹാപ്പി മണി തീർച്ചയായും നമുക്ക് വലിയ ദുരിതങ്ങൾ പിന്നീടുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കെൻ ഹോണ്ടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സെ അരിഗാത്തോ, ട്രസ്റ്റ്, നമ്മെ വിശ്വസിക്കുക, പണം നൽകുന്ന ആളെയും വിശ്വസിക്കുക. ഹൈ കോൺഫിഡൻസ്, പണം തീർച്ചയായും നമുക്ക് കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. ഷെയർ ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ കെയർ ചെയ്യാൻ നാം തീർച്ചയായും പണത്തെ ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഹാപ്പി മണിയായി മാറുന്നത്. ഞാൻ ധാരാളം കാര്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ എല്ലാം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല വീഴ്ചകളും, പല തെറ്റായ ധാരണകളും, പല പെയിനുകളും, പല വൂണ്ടുകളും, മുറിവുകളും എല്ലാം ഉണക്കേണ്ട സമയമായിട്ടുണ്ട്. പണത്തെക്കുറിച്ച് നാം തെറ്റായി വിചാരിക്കുന്നെങ്കിൽ, തെറ്റായ ഇമോഷൻസിനെ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ മാറ്റി അതിനെ ഹീൽ ചെയ്തുകൊണ്ട് പോസിറ്റീവ് ഇമോഷൻസിലേക്ക് കടന്നു വരികയും പോസിറ്റീവ് മാറ്റം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് റിച്ചാകുവാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഉയർച്ചയും ഉണ്ടാകും. അപ്രകാരം ഒരു ഗ്രോത്ത് ഉണ്ടാകുവാൻ, വിജയമുണ്ടാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.